നന്ദിനി ഇവിടെ വക്കീല്? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഭർത്താവും കുട്ടിയും? ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും മിണ്ടാത്തത്? ഏയ്, നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഏതവനാ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. നന്ദിനിയെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ആകാംക്ഷി. അതെ അതെ, ആ അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റിക്കിറക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, ഞങ്ങൾ തപ്പി പിടിച്ചോളാം. പൊക്കോളൂ പൊക്കോളൂ. പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനും നിൽക്കരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. ഇയാള് തന്നെ ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിട്ടാക്കാൻ നോക്കണ്ട. കൂൾട്ടവൺ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളർന്നു നിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസണോ? ഇതിലുണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ 10 കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ? നീ ഇന്ന് വട്ടം ചോട്ടാതെ പെങ്കൊച്ചിനെ കൂടെ ഇറക്കി വിടറോ? ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിന് സംസാരിക്കാം. എന്താടാ? ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ചു തരുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 5 ലക്ഷം രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, 5 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ. ഇത് എനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ബന്ധുക്കൾ ഇന്ദുന്റെ ഇരിക്കുള്ളൂ. അയ്യോ, ഇന്ദു! കർത്താവല്ല ഇന്ദു, വാടാ. പുറത്തുന്ന വെയിൽ കൊണ്ട് കറുത്തതേ ഇവരെ പോലെയാവും. നീ ഇവിടെ വെച്ച് വെളുക്കൂടാ, നോക്കിക്കോ. ഇതാ ഇതെന്റെ നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലെ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ശരി, പോയി. ഓക്കെ, 5 ലക്ഷം രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്ന് തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസം പറഞ്ഞ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി മേലോട്ടേക്ക് ചാടി, മേലോട്ടേക്ക് ചാടി, 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 ചാടി. എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിങ്ങോ? മതി മതി മതി, നിർത്ത്. നിർത്തി. ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്. പക്ഷെ എന്റേതല്ല. ഇവളുടെ. ഇത് ആ പെണ്ണല്ലേ? മറ്റേ പെണ്ണ്, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്. ആ, അവള് തന്നെ. സാറേ, കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമം ഇല്ലല്ലോ. വളരുന്നേ ഉള്ളൂ. സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. അയ്യോ, പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ തെണ്ട് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം.
ജാമ്യം കിട്ടാത്ത വകുപ്പ്. മാട്ടുകട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടിങ്ങനെ. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചന. അയാളെ ഇന്ന് എടോ മത്തായിച്ച, താൻ ആരുടെ അച്ഛനാണോ? ഞാൻ ചവിട്ടിയ പറ്റിയ ഇന്നെല്ലാരും പറയുന്നെല്ലാരും. മത്തായിച്ചേ, എന്താണോ വീഴ്ച നോക്കണത്? ഇങ്ങോട്ട് വേണോ? ഇങ്ങോട്ട് കമ്മിറ്റ് പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ, താൻ കാണിച്ച പോക്കരത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. വിളിക്കരുത്. ആ ചാൻസ് എനിക്ക് തരും ജ്യേഷ്ഠ. നീ വിളിച്ചോ. താങ്ക് യു. എടാ മൈദ മാവ്, എടാ PWയുടെ മോനെ, നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ടാവട്ടോ. നീ എന്തുട്ട തൊപ്പി വെച്ചേക്ക? റെഡി, വെള്ളം അടിച്ചുകൊണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ഐ ആം യുവർ ബോസ്. കാര്യം തന്റെ ഒരു ബോസും ഹോസ്പിറ്റൽ അല്ല, മോർച്ചറിയാ. കാറുകളുടെ മോർച്ചറി. ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാറ് പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? നമ്മൾ തന്നെ ഇതിന്റെ വർക്കേഴ്സ്. നമ്മളാണല്ലേ? ഞങ്ങളോട് വാക്ക് ചോദിക്കാതെ കണ്ണിക്കണ്ട കാക്കി കുപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടുവന്ന് കുടിയിരുത്ത തനിക്കെങ്ങനെ ധൈര്യം വന്നോ? എടോ, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? അത് തീരുമാനിക്കേണ്ടത് ഞാനാ. ഞങ്ങളിപ്പോ പൊക്കോളാം. എന്നാ പോ. പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കാട്ടോ. ഇന്നേക്ക് 1 മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ അവിടുന്ന് കെട്ടടിച്ച് പെട്ടടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദല്ല. നീ വാടാ, പോടോ, നീ വാടാ. ചതിക്കല്ലട മക്കളെ. കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയാ. പാര വെക്കല്ലടാ. ഡോണ്ട് യൂസ് പാര. നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ. മൈ സൺസ്. പോയിസൺ ആവരുത്. വേണ്ട വേണ്ട, ഗ്രീസ് ഇടലോ നിന്നി വേണ്ട. ഗ്രീസ് ഇടില്ല. നമുക്കിതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം. അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞുവിടാ. എന്നാ പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിലാക്കും. പക്ഷേ അതുവരെ അയാൾ ഞങ്ങളെ വീട് മുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ. പ്രസാദിന് ഭാര്യയോ? ഭാര്യയല്ല, ഭാര്യയെ പോലെ. അപ്പൊ കേപ്പ്. അതെ. നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞോ. ഇല്ലെങ്കിൽ നാട്ടുകാർ ചെവിയിൽ മുഴുവൻ ഇതെത്തിച്ച് നിങ്ങൾ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെ വിളിച്ച് ഓടി പോടാം. നേരത്തെ എന്താ വിളിച്ചത്? എടോ മത്തായിച്ച എന്ന് വിളിച്ചു. ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളെ നേരത്തെ മൈസണ്ണല്ലേ വിളിച്ചത്? മത്തായിച്ചന്റെ മകനാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി പുറത്താക്കും. അയ്യോ, ഞങ്ങളെ ചവിട്ടി പുറത്താക്കരുത്. ഒരു ആവേശത്തിന് കെട്ടിപ്പോയി. സഹായിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഊരരുത് ബോധന. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് ട്രീറ്റ് തരണം. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്തച്ച പറ. നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഡിന്ന. മത്തായി മയ്യത്തായി. നാളെ വർഷാപ്പ് ഹോളിയുടെ 1 ലക്ഷം. അത് വീട് പൊട്ടും. ഞാൻ തരൂല്ല. മോളെ, അത് നിലത്ത് വീഴും. നിലത്ത് വീണാ മോളുടെ മോന്തര ഷേപ്പ് മാറും. അത് കൊടുത്ത്. അയ്യേ, പ്രസാദേട്ടൻ എന്തേ ചെയ്യണേ? ഞാനൊന്നും ചെയ്തില്ല. ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്. ഓ, ഇതാണോ? നിന്ന് ശൃംഗരിക്കാതെ പച്ചക്കറി റെഡി. മോള് പോയി അതുകൊണ്ടേ പൊട്ടിച്ചോട്ടാ. പപ്പും പൂടൊക്കെ പറിച്ച് നല്ല ഒന്നാന്തര സായിപ്പിനെ പോലെ ആക്കിയിട്ടുണ്ട്. ഒറ്റ കള്ളൻ. ഇനി ഇതിന് പൗഡറും പൊട്ടും തൊടിച്ചാൽ നിന്നെ പോലെ ആവും. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുത് പ്രസാദേ. ആ കത്തിങ്ങടി കുത്തിക്കോളാ. ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. നീ കത്തിങ്ങടേ. അതെ, ചിരിക്കില്ലേ ചിരിക്കില്ലേ. ഇതേ ഇങ്ങനെയല്ല വെട്ടേണ്ടത്. ഇത് കത്തി കൊണ്ടായ അതിനെ വേദനിപ്പിക്കണ്ടേ. ഏത് കാലനാവോ? ആരാന്ന് പോയി നോക്കി? നീ പോയി നോക്ക്, പിന്നാലെ ഞാൻ വന്നോളാം. നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കാം. ആ, അവിടെ ഇരുന്നാ മതി. ഞാൻ പോയി നോക്കിക്കോളാം.
കുളിപ്പിച്ച് കോഴി ഇല്ലാണ്ടാക്കല്ലേ. ഈ കോഴി ആത്മഹത്യ ചെയ്താണോ? സാറായിരുന്നോ? എന്താ സാർ? അകത്തേതാ സ്ത്രീ? സ്ത്രീയോ? ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. സത്യം പറ, ഇതാ പെണ്ണല്ലേ? ഏത് പെണ്ണ്? ഈ പെണ്ണ്. സാർ കുറെ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ച് ഞങ്ങൾ വരട്ടണു. ഇവിടെ പെണ്ണുള്ളൊരു പടക്കോടിയില്ല, അതൊരു പൂവങ്കോഴി ഉണ്ട്. അതിനെ ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സാർ ദയവേതൊന്ന് പോണം. ശരി. ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളൂ സാർ. മോൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. ഒരു നല്ല പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ, കിളിമരത്തണലോരം കളിയാടാനീ, കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ല. എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി, തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴേക്കെടുത്തിടാൻ എന്തു മോഹം. സാർ, ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കിട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്ന് ഇവനാണ് മമ്മിയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി? ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. സോറി മൈ ബോയ്. കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റേത്. സാർ ഒരു മാടപ്രാവാണ്. Well, you said it. താങ്ക് യു. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ? അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ, അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കപ്പുക്ക് ചിക്കപ്പുറയിലെ കലങ്കത്ത് പാരി സ്റ്റൈലേ. ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താൽ മതി. എന്റെ ഈശ്വരാ. അയാള് പോയടാ. അയാള് പോയി. എങ്ങനെയുണ്ട് എന്റെ മമ്മിക്കളി? ഏറ്റടാ, ഇനി ഇന്ദു ഇവിടെ കിടന്ന് കോഴി വിളിച്ചാൽ അയാൾ ഈ പടി കിടക്കൂല. എവിടെ ഇന്ദു? ഇന്ദു ദേ ചിക്കനും പിടിച്ച് അടക്കളയിൽ പോയിട്ടുണ്ട്. ഇന്ദു, എന്താ ഇത്? ഈ കോഴി കാല് മടക്കുന്നില്ല പ്രസാദേട്ടാ. ചത്ത കോഴികളെ കൈയും കാലും മടക്കില്ല. അത് വെട്ടി നോക്കി വേണം വെക്കാൻ. അവരുടെ കൈ തൊലിയാ നേരത്തെ. ഇന്ദു, എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ കണ്ടു മറന്നതുപോലെ. കണ്ടു മറന്നോ? എന്ത്? ഒന്നുമില്ല. സാരമില്ല, ചിക്കൻ ഞാൻ ശരിയാക്കിക്കോളാം. ഇന്ദു!
ഐസ്ക്രീം. എന്തു എന്താ? ഏയ് ഒന്നുമില്ല. എന്തോ എന്തോ ഓർത്തതുപോലെ. ഐസ്ക്രീം. പ്രസാദ്, എന്തായാലും നീ ഭാഗ്യമുള്ളവരാണ്. പാചകത്തിലുള്ള ഭാര്യയുടെ കൈപ്പുണ്യമാണ് ഭർത്താവിന്റെ ഭാഗ്യം. ഇന്നോ കണ്ടോ കണ്ടോ ചിരി കണ്ടോ? മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലത്തെ തലത്തെ. പ്രസാദേ, നീ ഇന്ദുവിന്റെ തല വെട്ടിയിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ. എന്നിട്ട് നാളെ മരുന്ന് കൊണ്ടുവരട്ടെ. നീയൊന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കണം. കൂടെ കൂടെ അനുഗ്രഹിക്കുക ഇയാളെ പോപ്പോ. നീ പോടാ കോപ്പേ. എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. അത് വേണ്ട പുല്ലേ. പുല്ലേന്നാ? ആ പുല്ലാണടാ. ഡോക്ടർ മത്താച്ചിന് മുമ്പിൽ നീ വെറും പുല്ലാണടാ. പുല്ല്. താൻ ഏത് കോണ്ടാക്റ്റിലെ ഡോക്ടറോടോ? എന്റെ മത്തായിച്ച ഇങ്ങനെ നടത്തി കൂവല്ലേ, എന്റെ മോൾ ഉണരും. നിന്റെ മോളെ കൂവി ഉണർത്താൻ ഞാനെന്താ തെണ്ടി പൂവൻ കോരി? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളൂടി പാർട്ടി നടത്തണ്ടാന്ന്. ആരുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തത്? പറയണേ പറയണേ. എന്താ 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 എന്തോ വേണ്ട നിനക്ക്? യു വാട്ട് യു വാണ്ട്? എന്തോ വേണ്ട? എന്താ വേണ്ടേ? വെള്ളമടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. ലക്കിയല്ല തെണ്ടി ലക്കി. ഫോളോ മീ.